ഹായ് ഫ്രണ്ട്സ്, വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ നല്ല പണിയായിരുന്നു കേട്ടോ. ആ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ ചോറും കറിയും വെക്കാൻ കുറച്ച് താമസിച്ച്. അപ്പോൾ പരിപ്പ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. ആ പരിപ്പിൻ്റെ കൂടെ തമിഴ്നാട്ടിൽ പോയപ്പോൾ ഞാൻ കുറച്ച് പാലക്ക് ചീര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അവിടുത്തെ അക്കായോട് തന്നെ റെസിപ്പി ചോദിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അക്ക പറഞ്ഞ പോലെ തേങ്ങ ഇടാതെ ഞാനൊരു ചാറും ആക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ആണെങ്കിൽ കുറച്ച് ഉണക്കമീൻ ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് വറുത്തു. പിന്നെ ഒരു ചമ്മന്തി അരച്ചു, പിന്നെ കുറച്ച് തോരനുണ്ടായിരുന്നു. അങ്ങനെ കറിയൊക്കെ പെട്ടെന്നുള്ള തട്ടിക്കൂട്ട് കറികളൊക്കെ റെഡിയാക്കിയേ. അന്നേരപ്പത്തേനും നമ്മുടെ രമേശ് ചേട്ടൻ വന്ന് ചോറ് കൊടുത്തു. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു കേട്ടോ. ഞാൻ പിന്നെ ചോറെടുത്ത് കഴിക്കാൻ പോയി. കഴിച്ചപ്പോൾ ഞാൻ ചമ്മന്തി എടുത്തു, നമ്മുടെ പരിപ്പിയാറും ഒക്കെ ഒഴിച്ച്. പിന്നെ സ്പെഷ്യലായിട്ട് നമ്മുടെ അമ്മച്ചിയുടെ ഓലോലിക്ക ഉപ്പിലിട്ട് ഞാനിങ്ങനെ കൊണ്ടുപോകുന്നു കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നേ. അടിപൊളി സൂപ്പർ സാധനമാണെന്ന് പറഞ്ഞ് ഞാൻ കുറേ അതിൻ്റെ വെള്ളവും കാന്താരിയും ഒക്കെ ഒഴിച്ച് അങ്ങ് ചോറുണ്ട് കേട്ടോ. ചോറിൻ്റെ അടിപൊളി ടേസ്റ്റായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാന്താരി അങ്ങ് കടിച്ചു കേട്ടോ. കടിച്ചപ്പോഴത്തേനും ഒരു രക്ഷയില്ല. എരിവ് കാരണം എനിക്കൊരു രക്ഷയില്ല. എനിക്ക് പുളി എന്തേലും വെള്ളം പറ്റും, എരിവ് ഒട്ടും പറ്റത്തില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞും കറങ്ങിയൊക്കെ ഇരുന്ന് കുറേ വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.